ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദേശീയ മനുഷ്യാവകാശ നിയമവും മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. ക്വസ്റ്റ്യൻ: 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്? 1993 ഒക്ടോബർ 12. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന. ഓപ്ഷൻസ്: ഭരണഘടനാ സ്ഥാപനം, ഭരണഘടനാ ബാധ്യതയിന്മേൽ സ്ഥാപിക്കപ്പെട്ടു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉപദേശക സമിതി, സ്വതന്ത്ര ചുമതലയുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം. താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ഡി, സ്വതന്ത്ര ചുമതലയുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം. താഴെ തന്നിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന സ്വതന്ത്ര ചുമതലയുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അതിനാൽ ഭരണഘടനാ ബാധ്യതയിന്മേൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. പിന്നെ പാർലമെൻറ്റ് ഉണ്ടാക്കിയ മനുഷ്യാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അതിനാൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വതന്ത്ര ചുമതലയുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അതിനാൽ തന്നെ ഭരണഘടനാ ബാധ്യതയിന്മേൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഭരണഘടനാ സ്ഥാപനമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. പിന്നെന്താണ്? പാർലമെൻറ്റ് ഉണ്ടാക്കിയ മനുഷ്യാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അതിനാൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വതന്ത്ര ചുമതലയുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന. ഓപ്ഷൻസ്: സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ക്വാസി ജുഡീഷ്യൽ ബോഡി, ഭരണഘടനാ സ്ഥാപനം, ജുഡീഷ്യൽ സ്ഥാപനം. ഓപ്ഷൻസ്: 1 മാത്രം ശരി, 1, 2 ശരി, 1, 2, 3 ശരി, എല്ലാം ശരി. താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 1, 2 ശരി. 1 സ്റ്റാറ്റ്യൂട്ടറി ബോഡി, 2 ക്വാസി ജുഡീഷ്യൽ ബോഡി. താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ക്വാസി ജുഡീഷ്യൽ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ഫരീദ് കോട്ട് ഹൗസ്, കോപ്പർനിക്കസ് മാർക്ക്, ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ഫരീദ് കോട്ട് ഹൗസ്, കോപ്പർനിക്കസ് മാർക്ക്, ന്യൂഡൽഹി. മുൻപ് സർദാർ പട്ടേൽ ഭവനിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം. സർവഭവന്തു സുഖിന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിന. അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ, സ്ഥിരാംഗങ്ങൾ, മുഴുവൻ സമയാംഗങ്ങൾ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? 13. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ, സ്ഥിരാംഗങ്ങൾ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? 13. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ആകെ സ്ഥിരാംഗങ്ങൾ എത്രയാണ്? സ്ഥിരാംഗങ്ങൾ എത്രയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ആകെ സ്ഥിരാംഗങ്ങൾ 6. അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എത്ര? എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7. ചെയർമാനും അതുപോലെ 5 സ്ഥിരാംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉൾപ്പെടെ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 13. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഒരു ചെയർമാൻ പ്ലസ് 5 സ്ഥിരാംഗങ്ങൾ പ്ലസ് 7 എക്സ് ഒഫീഷ്യോ
അംഗങ്ങൾ ഉൾപ്പെടെ മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ അംഗങ്ങൾ 13. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സ്ഥിരം അംഗങ്ങളിൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജിയോ റിട്ടയേർഡ് ജഡ്ജിയോ ആയിരിക്കണം. 2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സ്ഥിരം അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 3 അംഗങ്ങൾ മനുഷ്യാവകാശങ്ങളിൽ അറിവും പ്രായോഗിക പരിജ്ഞാനവും ഉള്ള വിദഗ്ധരായിരിക്കണം. അതിലൊരാൾ വനിതയുമായിരിക്കണം. ഓപ്ഷൻസ് 1, 2 ശരി, 2, 3 ശരി, 1, 3 ശരി, എല്ലാം ശരി. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. 1. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സ്ഥിരം അംഗങ്ങളിൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജിയോ റിട്ടയേർഡ് ജഡ്ജിയോ ആയിരിക്കണം. രണ്ടാമത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സ്ഥിരം അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. ഒരാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. മൂന്നാമത്തെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 3 അംഗങ്ങൾ മനുഷ്യാവകാശങ്ങളിൽ അറിവും പ്രായോഗിക പരിജ്ഞാനവും ഉള്ള വിദഗ്ധരായിരിക്കണം. അതിലൊരാൾ വനിതയുമായിരിക്കണം. 2019 ഭേദഗതി പ്രകാരമാണ് മനുഷ്യാവകാശ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ള അംഗങ്ങളുടെ എണ്ണം 2 നിന്ന് 3 ആക്കിയതും അതിൽ ഒരാൾ വനിതയാക്കണമെന്ന് കൂട്ടിച്ചേർത്തതും. 2019 ഭേദഗതി പ്രകാരമാണ് മനുഷ്യാവകാശ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ള അംഗങ്ങളുടെ എണ്ണം 2 നിന്ന് 3 ആക്കിയതും അതിൽ ഒരാൾ വനിതയാകണമെന്ന് കൂട്ടിച്ചേർത്തതും. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? 7 പേരുണ്ടെന്ന് പറഞ്ഞു. അതാരൊക്കെയാണ്? 1. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ. അപ്പോൾ 1. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, 2. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, 3. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, 4. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, 5. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, 6. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, 7. ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗം. 1. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, 2. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, 3. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ, 4. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഓപ്ഷൻസ് 1, 2, 4 ശരി, 2, 3, 4 ശരി, 1, 2, 3 ശരി, എല്ലാം ശരി. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ.